മാർഫൻ സിൻഡ്രോം, ഗോഷസ് ഡിസീസു, PKU. അപ്പൊ ആദ്യം മാർഫൻ സിൻഡ്രോം തുടങ്ങാം. അപ്പോൾ മാർഫൻ സിൻഡ്രോം എന്ന് പറഞ്ഞാല് ഒരു ഓട്ടോസോമൽ ഡൊമിനന്റ് ഡിസീസാണ്. ഈ മിക്കവാറും ഡിസീസൊക്കെ ഓട്ടോസോമൽ റെസസീവാ. ഇതിന്റെ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ ഓട്ടോസോമൽ ഡൊമിനന്റ്. ഇത് ഒരു ടേബിൾ ആയിട്ട് പഠിക്കുന്നതാണല്ലോ, ഓട്ടോസോമൽ ഡൊമിനന്റ് റെസസീവ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയില്ല. പിന്നെ ഒരു അതിന്റെ പാത്തോഫിസിയോളജി എന്ന് പറയുമ്പോൾ ഈ ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന പ്രോട്ടീൻ എന്ന് വെച്ചാൽ ഈ ഫൈബ്രിലിൻ പ്രോട്ടീനാണ്. ഈ ഫൈബ്രിലിൻ പ്രോട്ടീൻ എന്ന് വെച്ചാൽ അതിനെ കോഡ് ചെയ്യുന്ന ജീന് FBN1 ജീനാണ് അതിനെ കോഡ് ചെയ്യുന്നത്. അത് ക്രോമോസോം 15 കാണുന്നത്. അപ്പൊ ഈ ഫൈബ്രിലിൻ പ്രോട്ടീൻ എന്ന് വെച്ചാൽ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിന്റെ ഒരു കമ്പണന്റാണ്. അപ്പോൾ ഇത് ഡെഫിഷ്യന്റ് ആയി കഴിഞ്ഞാൽ ഈ കണക്റ്റീവ് ടിഷ്യൂവിന്റെ മെക്കാനിക്കൽ ഇന്റഗ്രിറ്റി പോകും. അപ്പോൾ അത് പോയിട്ട് കുറച്ച് സ്കെലറ്റൽ ഡിഫോമിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ കാർഡിയോവാസ്കുലറിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും. സ്കെലറ്റൽ ഡിഫോമിറ്റി എന്ന് വെച്ചാൽ കൈയും കാലൊക്കെ നീണ്ടിട്ടുണ്ടാവും. പിന്നെ ഒരു മാർഫിനോട് ബേസിസ് ഉണ്ട്, ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ പറയാം. കാർഡിയോവാസ്കുലറിൽ ഇമ്പോർട്ടൻ്റ് അത് രണ്ടെണ്ണം പഠിക്കണം. അയോട്ടിക് ഡിസെക്ഷനും അതുപോലെ തന്നെ അയോട്ടിക് അന്യൂറിസം മെയിനായിട്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒക്കുലർലി എക്ടോപിയ ലെൻസിസ്, ലെൻസിന്റെ ചേഞ്ചസ്, ലെൻസിന്റെ പൊസിഷൻ മാറുന്നൊക്കെ. പിന്നെ സ്കിൻ ലാക്സിസിറ്റി, സ്കിന്നി ചുളിയുന്നൊരു പ്രശ്നം. അതാണ് ഇത് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് അറിയാം. ആദ്യം സ്കെൽറ്റൽ ഡിഫോമിറ്റി അറിയാം. ഈ സ്കെൽറ്റൽ ഡിഫോമിറ്റി ഈ പടം നോക്കാം. അബ്നോർമലി ലോങ് ആയിട്ടുള്ള ലിംസ് കാണുന്നില്ല. ഈ ലിംസിന് വരുന്നതാണ്. പിന്നെ ഈ ഫിംഗേഴ്സ് അല്ലെങ്കിൽ ടോസ് അബ്നോർമലി ലോ. ഇപ്പൊ കേൾക്കുന്നില്ല? ഈ ഫിംഗേഴ്സ് അല്ലെങ്കിൽ ടോസ് അബ്നോർമലി ലോങ് ആയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ അരക്നോഡക്റ്റിലി എന്ന് പറയും. അരക്നോഡക്റ്റിലി ഇവിടെ വരിക. അപ്പോ അരക്നോഡക്റ്റിലി പറഞ്ഞ രണ്ട് സൈൻസ് ഉണ്ട്. ഒന്ന് വ്രിസ്റ്റ് സൈനും തമ്പ് സൈനും. വ്രിസ്റ്റ് സൈൻ എന്ന് വെച്ചാൽ നമ്മുടെ തമ്പും അതുപോലെ തന്നെ ലിറ്റിൽ ഫിംഗറും വെച്ചിട്ട് കൈനെ ഇങ്ങനെ മടക്കി പിടിച്ചാൽ അത് ഓവർലാപ്പ് ചെയ്ത് വരും. ഈ തമ്പ് സൈൻ എന്ന് വെച്ചാൽ കൈ ഇങ്ങനെ മടക്കി പിടിച്ചാൽ തമ്പ് ഇങ്ങനെ പുറത്തോട്ടേക്ക് വരും. അപ്പൊ അരക്നോഡക്റ്റിലിന്റെ രണ്ട് സൈൻസ് അത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്കോളിയോസിസ് ആണ്, ചെറുതായിട്ടൊന്ന് വളഞ്ഞിരിക്കുന്നുണ്ടല്ലോ, സ്കോളിയോസിസ്. പിന്നെ ജനു വാൽഗം ഗമ്മ്. പിന്നെ ഡിസ്പ്രൊപ്പോർഷനേറ്റ് ഗ്രോത്ത്, അതായത് അപ്പർ സെഗ്മെന്റ് ലോവർ സെഗ്മെന്റ് ഗ്രോത്ത് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും. പിന്നെ ചെസ്റ്റ് വാൾ ഡിഫോമിറ്റി ഒക്കെ റയർ ആണ് എന്നാണ് പറയാം. ഈ ചേണം ഉള്ളോട്ടേക്ക് പോകും, അതായത് പെക്ടസ് എക്സ്കവേറ്റം എന്ന് പറയും. ചേണം ഇങ്ങനെ പുറത്തോട്ടേക്ക് വന്നിരിക്കുകയാണെങ്കിൽ അതിനെ പെക്ടസ് കാരിനേറ്റം എന്ന് പറയും. ഇതാണ് പീജിയൻ ചെസ്റ്റ് എന്നൊക്കെ പറയാം. പിന്നെ ഇതിന്റെ ഫേസിലെ ഡിഫോമിറ്റി, ഈ ഫേസിൽ വരുന്നതെന്ന് വെച്ചാല് ഡൗൺ സിൻഡ്രോമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഡൗൺ സിൻഡ്രോമിൽ ഒരു മംഗ്ലോയിഡ് ഫേസീസ് അല്ല, ഇതിന് പറയുന്നതെന്ന് വെച്ചാൽ ആന്റി മംഗ്ലോയിഡ് ഫേസീസ്. ഇതിൽ കാണാം ഡോളിക്കോസെഫാലിക്ക. ഈ ഡോളിക്കോസെഫാലിക് മീസോസെഫാലിക് എന്നൊക്കെ പറയുന്നത് സെഫാലിക് ഇൻഡെക്സ് പറഞ്ഞിട്ടാ. ഈ സെഫാലിക് ഇൻഡെക്സ് അറിയില്ല, അതായത് മാക്സിമം സ്കള്ളിന്റെ മാക്സിമം ബ്രെഡ്ത്ത് ഡിവൈഡഡ് ബൈ മാക്സിമം ലെങ്ത്. അപ്പോ അതൊരു 75-നേക്കാളും കുറവാണെങ്കിൽ ഇത് ഡോളിക്കോസെഫാലിക് ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു നീണ്ട മുഖമായിരിക്കും. പിന്നെ അത് നോർമൽ 75 to 80 ആണെങ്കിൽ അത് മീസോസെഫാലിക്. ഒരു 80%-നേക്കാളും കൂടുതലൊക്കെ ആണെങ്കിൽ ബ്രേക്കിസ്, അതാ മംഗ്ലോയിഡ് ഫേസീസ് ഡൗൺ സിൻഡ്രോം കാരണം. ഇത് കാണുന്നതെന്ന് വെച്ചാൽ ഡോളിക്കോസെഫാലിക്. പിന്നെ ഈ ആർച്ചിലുള്ള ഡിഫോമിറ്റി, അതായത് ഹൈ ആർച്ച്ഡ് പാലറ്റ് ആയിരിക്കും. സാധാരണ പാലറ്റ് ഇങ്ങനെയാണ്. ഇതെന്ന് വെച്ചാൽ കുറച്ച് ആർച്ച് കുറച്ച് കൂടുതലായിരിക്കും, ഒരു നാരോ പാലറ്റ് ആയിരിക്കും. പിന്നെ ഈ മാർഫിനോട് ബേസിസില് വേറെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഈനോഫ് ട്രാൻസ്മോഷൻ, അതായത് ഐബോളിന്റെ പോസ്റ്റീരിയർ ആയിട്ട് ഡിസ്ലൊക്കേറ്റഡ് ആയിരിക്കും. മേലർ ഹൈപ്പോപ്ലേസിയ ആണ്, അതായത് ജൈഗോമാറ്റിക് ബോണി എന്തെങ്കിലും ആബ്സെന്റ് ആയിരിക്കും, നല്ല സ്മോൾ ആയിരിക്കും. അപ്പോൾ ഒരു ഇങ്ങനെ കുറച്ച് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് നമുക്ക്. പിന്നെ റെട്രോഗ്നേസിയ എന്ന് വെച്ചാൽ ലോവർ ജോലി അകത്തോട്ടേക്ക് പോയി ഉണ്ടാവും. അപ്പർ ജോ ലോവർ ജോ സാധാരണ ഇങ്ങനെയല്ല ഉണ്ടാവുക. അപ്പോൾ ഈ അപ്പർ ലോവർ ജോ കുറച്ച് ഇങ്ങനെ അകത്തോട്ടേക്ക് പോയി ഉണ്ടാവും, റെട്രോഗ്നേസിയ എന്ന് പറയും. പിന്നെ പറഞ്ഞെന്ന് വെച്ചാല് ഈ ഡൗൺ സ്ലാൻഡിങ് ഓഫ് ദി പാൽപബിൾ ഫിഷർ. ഈ ഡൗൺ സിൻഡ്രോമിൽ അപ്പ് സ്ലാൻഡിങ് ആയിരുന്നു, പക്ഷെ ഇവിടെ പാൽപബിൾ ഫിഷറിന്റെ ഡൗൺ സ്ലാൻഡിങ്. ഇത് പാൽപബിൾ ഫിഷർ എന്ന് വെച്ചാൽ ഈ അപ്പർ ഐലിഡിന്റെയോ ലോവർ ഐലിഡിന്റെയോ അടുക്കുള്ള ഈ ഭാഗം, നമ്മൾ കണ്ണിന്റെ കാണുന്ന ഈ ഭാഗമല്ല, അതാണ് പാൽപബിൾ ഫിഷർ.
അപ്പോൾ ഈ മീഡിയൽ കാന്തസിന്റെയും ലാറ്ററൽ കാന്തസിന്റെ ഇടയ്ക്ക് കൂടെ ഒരു ലൈൻ ഇങ്ങനെ വരച്ചാൽ ഇതിന്റെ സ്ലോപ്പ് എങ്ങോട്ടാന്ന് നോക്കും. ഈ സ്ലോപ്പ് എങ്ങോട്ടാ നോക്കൂ. ഇതിപ്പോ ഈ സ്ലോപ്പ് മീഡിയൽ കാന്തസ് എന്നാണ് നോക്കേണ്ടത്. ഈ സ്ലോപ്പ് താഴോട്ടാണെങ്കിൽ ഡൗൺ സ്ലാൻഡിങ് എന്ന് അറിയും, മേലോട്ടാണെങ്കിൽ അപ്പ് സ്ലാൻഡിങ് എന്ന് അറിയും. ഇതിൽ കാണുന്നത് വെച്ചാൽ ഡൗൺ സ്ലാൻഡിങ് ആണ്. മനസ്സിലായോ? പിന്നെ സീരിയസ് ഇല്ല, ഇത് ഇമ്പോർട്ടന്റ് ആണ്. അയോട്ടിക് ഡിസെക്ഷൻ കാണും. ഇത് മെയിൻ എന്ന് പറഞ്ഞാൽ ഈ അയോട്ടിക് റൂട്ടിൽ അയോട്ട തുടങ്ങുന്ന ആ ഭാഗത്ത് ഡയലറ്റേഷൻ ഉണ്ടാക്കും. ഈ കണക്റ്റീവ് ടിഷ്യൂ ഇന്റഗ്രിറ്റി പോയിട്ട് അവിടെ ഡയലറ്റേഷൻ ഉണ്ടാക്കും. അത് പിന്നെ ഒന്നിക്കേണ്ട അയോട്ടിക് അന്യൂറിസ് ആയിട്ട് വരാം, അതായത് അബ്നോർമൽ ഡയലറ്റേഷൻ. അത് അങ്ങനെ ഡയലറ്റ് ആയാലും പിന്നെ നോർമൽ ആയിട്ട് വരത്തില്ല. അല്ലെങ്കിൽ അയോട്ടിക് ഡിസെക്ഷൻ ആവാം. എന്ന് വെച്ചാല് മറ്റേ ഇതിന്റെ ട്യൂണിക്ക ഇൻറ്റിമ റപ്ചർ ആയിട്ട് ഈ ബ്ലഡ് വെസലിന്റെ ട്യൂണിക്ക മീഡിയയിലേക്ക് ബ്ലഡ് പോയിട്ട് അവിടെ ഒരു പാസ് ലൂമൻ ഉണ്ടാക്കും. ഒരു ട്രൂ ലൂമൻ ഇതിലൂടെ പോകുന്നുണ്ടാവും, ഇൻറ്റിമ കൂടെ ട്യൂണിക്ക മീഡിയ കൂടെ ഒരു പാസ് ലൂമൻ ഉണ്ടാക്കും. ഇതിന് പറയുന്ന പേരാണ് അയോട്ടിക് ഡിസെക്ഷൻ. ഇത് ഈ മാർഫൻ സിൻഡ്രോമിൽ ഏറ്റവും മോർട്ടാലിറ്റി മോർബിഡിറ്റി ഉണ്ടാക്കുന്ന ഈ അയോട്ടിക് ഡിസെക്ഷനും അതുപോലെ തന്നെ അയോട്ടിക് അന്യൂറിസം ആണ്. അപ്പൊ അത് വരാണ്ട് നോക്കലാണ് ഇതിന്റെ ട്രീറ്റ്മെന്റിന്റെ മെയിൻ. പിന്നെ വേണമെങ്കിൽ അയോട്ടിക് റീഗർജിറ്റേഷനും MR ഒക്കെ കാണാം. അത് നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി. മറ്റേ ഇതില്ല, ലെഫ്റ്റ് ഈ അയോട്ടിക് ഡയലറ്റേഷൻ കാരണം ഇവിടെയുള്ള പ്രഷർ കൂടും. അപ്പോ ഇവിടെയുള്ള അയോട്ടിക് വാൾവിൽ അയോട്ടിക് റീഗർജിറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളുള്ള പ്രഷർ കൂടും. അപ്പൊ ഇപ്പറുള്ള മൈറ്റൽ റീഗർജിറ്റേഷൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടെയുള്ള പ്രഷർ കൂടിയിട്ട് മൈറ്റൽ റീഗർജിറ്റേഷൻ ഉണ്ടാവും. പിന്നെ അയിലുള്ളത് മനസ്സിലായി, സീരിയസിൽ മനസ്സിലായില്ല? പിന്നെ മനസ്സിലായി. അയിലുള്ളതെന്ന് വെച്ചാൽ എറ്റോപ്പിയ ലെൻസിസ്, അതായത് അബ്നോർമൽ പൊസിഷൻ ലെൻസിന്റെ ഒന്നിക്കണ്ട സബ്ലക്സേഷനോ അല്ലെ ഡിസ്ലൊക്കേഷനോ ആവാം. പിന്നെ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് കാണാം, മയോപ്പി കാണാം. അതായത് ഇപ്പോ ലെൻസിന്റെ പൊസിഷൻ മാറിയിട്ട് മയോപ്പിയോ അതുപോലെ തന്നെ കർവേച്ചറിലൊക്കെ പ്രശ്നം വന്നാൽ അസ്റ്റിഗ്മാറ്റിസം കാണാം. സ്കിന്നിലാണെങ്കിൽ സ്കിൻ ലാസ്റ്റിസിറ്റി, സ്കിന്ന് ലൂസ് ആയിരിക്കും, ചുളിവൊക്കെ ഉണ്ടാവും. പിന്നെ ന്യൂമോതൊറാക്സിന്റെ റിസ്ക് ഈ മാർഫൻ സിൻഡ്രോം ഉള്ളവർക്ക് കൂടുതലാന്ന് പറയുന്നുണ്ട്. പിന്നെ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ, കൺഫർമേറ്ററി ഇൻവെസ്റ്റിഗേഷൻ ആണ് ജനറ്റിക് ടെസ്റ്റിംഗ് തന്നെയാണ്. ജീന് അബ്നോർമൽ ആയിക്കോ നോക്കാം, FBN1 ജീന്. പിന്നെ ചെസ്റ്റ് എക്സ്റേയും എക്കോ കാർഡിയോഗ്രാഫി എടുത്തു നോക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞല്ലോ അയോട്ടിക് ഡയലറ്റേഷനോ അന്യൂറിസം ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അതിങ്ങനെ ഇടക്കിടക്ക് സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടക്കിടക്ക് എക്കോ കാർഡിയോഗ്രാഫി എടുത്തു നോക്കാം. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ അയോട്ടിക് ഡയലറ്റേഷൻ, അതായത് അയോട്ടിക് അന്യൂറിസോ അയോട്ടിക് ഡിസെക്ഷനോ പ്രിവെന്റ് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ്സ് ആണ്. അതായത് ബീറ്റ ബ്ലോക്കേഴ്സ് കൊടുക്കുക. അപ്പോൾ ഹാർട്ട് റേറ്റ് കുറച്ചിട്ട് കാർഡിയോക് ഔട്ട്പുട്ട് കുറച്ചിട്ട് അങ്ങോട്ടേക്ക് അധികം ബ്ലഡ് കൊടുക്കാണ്ടിരുന്നിട്ട് അയോട്ടിക് ഡയലറ്റേഷൻ കുറക്കും. പിന്നെ കാർഡിയോക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ കുറക്കുക, അധികം എക്സസൈസും ഓവറായിട്ട് എക്സസൈസും അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ കുറക്കുക. കാരണം കാർഡിയോക് ഔട്ട്പുട്ട് കൂടിയാൽ അയോട്ടിക് അന്യൂറിസം അയോട്ടിക് ഡിസെക്ഷൻ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ അയോട്ടിക് നമ്മൾ ഇടക്കിടക്ക് എക്കോ കാർഡിയോഗ്രാഫി ചെയ്തിട്ട് ഇത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അയോട്ടിക് റൂട്ടിൽ ഡയലറ്റേഷൻ ഉണ്ടാവുന്നുണ്ടോ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ എന്തെങ്കിലും അയോട്ടിക് റൂട്ടിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സർജറി ചെയ്യണം. അയോട്ടിക് റൂട്ട് റീപ്ലേസ്മെന്റ് തെറാപ്പി ഉണ്ട്, അയോട്ടിക് എടുത്തിട്ട് വേറെ റീപ്ലേസ് ചെയ്ത് വെക്കണം. ഇത്രയുള്ള മാർഫൻ സിൻഡ്രോം. ഒന്നുകൂടി പറയണോ? ഓട്ടോസോമൽ ഡൊമിനന്റ് ആണ്. ഇതിന്റെ പാത്തോഫിസിയോളജി എന്ന് പറയുമ്പോൾ അഫക്ട് ചെയ്യുന്ന ജീന് FBN1 ജീൻ ക്രോമസോം 15 ഉള്ളത്. അപ്പൊ ഫൈബ്രിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ പോകും. അപ്പൊ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് ഉള്ള പ്രോട്ടീൻ ആയതുകൊണ്ട് കണക്റ്റീവ് ടിഷ്യൂന്റെ ഇന്റഗ്രിറ്റി നഷ്ടപ്പെടും. അപ്പോൾ സ്കെലറ്റലും CVS അതുപോലെ തന്നെ ഒക്യുലാർ സ്കിന്നും മാനിഫെസ്റ്റേഷൻ ഉണ്ടാക്കും. സ്കെലറ്റൽ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ഡോളിക്കോസ്റ്റീനോമൈലിയ, അബ്നോർമൽ ലോങ് ആയിട്ടുള്ള ലിംസ്, പിന്നെ സ്കോളിയോസിസ് ഉണ്ടാവും, ജനുവാൽഗ ഉണ്ടാവും, ജനുവാൽഗ ഉണ്ടാവും. പിന്നെ അരക്നോഡക്റ്റിലി ഉള്ളതുകൊണ്ട് ബ്രിസ്റ്റ് സൈനും തമ്പ് സൈനും പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ചെസ്റ്റ് വാൾ ഡിഫോമിറ്റി, പെക്ടസ് എക്സ്കവേറ്റോ, പെക്ടസ് കാരിനാറ്റോ, ഇൻവാർഡും ഔട്ട്വാർഡും. പിന്നെ ഹൈ ആർച്ച്ഡ് പാലറ്റ് ആയിരിക്കും, ഡോളിക്കോസെഫാലിക് ആയിരിക്കും. പിന്നെ മാർഫിനോട് ഫേഷ്യസ് നിൽക്കുമ്പോൾ ഇനോഫ്താൽമസ് കാണും, മാളർ ഹൈപ്പോപ്ലേസിയ ഉണ്ടാവും, റെക്ട്രോക്നേറ്റിയ ഉണ്ടാവും, ഡൗൺ സ്ലാൻഡിങ് ഓഫ് ദി പാൽപെബ്രൽ ഫിഷറിന്റെ ഡൗൺ സ്ലാൻഡിങ് ഉണ്ടാവും. CVSലുള്ള അയോട്ടിക് ഡിസെക്ഷനും അയോട്ടിക് അന്യൂറിസോ അയോട്ടിക് റീഗർജിറ്റേഷനും പിന്നെ MR മറ്റേ റീഗർജിറ്റേഷൻ.
ഐസിൽ എക്ടോപ്പിയ ലെൻറ്റിസ് കാണാം, റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ്, മയോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം. സ്കിന്നിലാണെങ്കിൽ സ്കിൻ ഇലാസ്റ്റിസിറ്റി കൂടുതലായിരിക്കും. പിന്നെ ന്യൂമോതോറാക്സിന്റെ റിസ്ക് കൂടുതലായിരിക്കും. ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ചാൽ കൺഫർമേറ്ററി ആയിട്ട് ജെനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യാം. പിന്നെ ചെസ്റ്റ് എക്സ്റേ, എക്കോകാർഡിയോഗ്രഫി നോക്കിയിട്ട് അനറ്റിക് ഡയലറ്റേഷൻ ഉണ്ടോ നോക്കാം. ട്രീറ്റ്മെന്റ് ബീറ്റ ബ്ലോക്കേഴ്സ് എടുത്തിട്ട് ഹാർട്ട് റേറ്റ് കുറക്കുക, കാർഡിയോ ഔട്ട്പുട്ട് കുറക്കുന്നൊക്കെ ചെയ്യാം. പിന്നെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ സർജറി ചെയ്യാം, ആറ്റിക് റൂട്ട് റീപ്ലേസ്മെന്റ് സർജറി ചെയ്യാം. ഇപ്പൊ അടുത്ത് പറയാം. ഓക്കെ. ഇപ്പൊ ഗോഷസ് ഡിസീസ്. ഗോഷസ് ഡിസീസ് എന്ന് വെച്ചാൽ ഒരു ലൈസോസോമൽ സ്റ്റോറേജ് ഡിസീസാണ്. അപ്പൊ ഈ ലൈസോസോമൽ സ്റ്റോറേജ് എന്ന് വെച്ചാൽ ഈ ലൈസോസോമിൽ കുറച്ച് ഹൈഡ്രോളൈസ് എന്ന് പറയുന്ന കുറച്ച് എൻസൈംസ് ഉണ്ട്. അപ്പോൾ ഈ ചില സബ്സ്ട്രേറ്റുകൾ കൂടുമ്പോൾ ഇതിലുള്ള ഹൈഡ്രോളൈസ് എൻസൈം സാധാരണ ഈ ലൈസോസ് ഇത് കാണുന്ന വെച്ചാൽ മാക്രോഫേജിനകത്ത്. അപ്പൊ ഇങ്ങനെ സബ്സ്ട്രേറ്റ് ഒക്കെ കൂടി കഴിഞ്ഞാൽ ഈ മാക്രോഫേജിനെ എടുത്തു കഴിഞ്ഞിട്ട് ഇതിന്റെ ലൈസോസോമിൽ ഈ ചില സബ്സ്ട്രേറ്റിനെ ഈ എൻസൈമിന്റെ സഹായത്തോടെ മെറ്റബോളൈസ് ചെയ്യും. അപ്പോൾ ഈ എൻസൈം ഏതെങ്കിലും ഡിഫക്റ്റ് ആയി കഴിഞ്ഞാൽ ഈ സബ്സ്ട്രേറ്റ് ഇതിൽ കൂടും. അപ്പോൾ ഇതിനകത്ത് കുറെ സബ്സ്ട്രേറ്റ് വന്ന് നിറഞ്ഞ് ലൈസോസോമൽ സ്റ്റോറേജ് ഡിസീസ് ഉണ്ടാക്കും. ഈ സബ്സ്ട്രേറ്റ് ഒരു മ്യൂക്കോപോളിസാക്രൈഡ് ആണെങ്കിൽ അതിന് മ്യൂക്കോപോളിസാക്രൈഡോസിസ് എന്നറിയാം. ഒരു ഒലിഗോസാക്രൈഡ് ആണെങ്കിൽ അതിന് ഒലിഗോസാക്രൈഡോസിസ് എന്നറിയാം. ഒരു സാൽപിഞ്ചിയോ ലിപ്പിഡ് ആണെങ്കിൽ അതിന് സാൽപിഞ്ചിയോ ലിപ്പിഡോസിസ് എന്നറിയാം. അപ്പോ ഈ ഗോഷസ് ഡിസീസ് എന്ന് വെച്ചാൽ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സാൽപിഞ്ചിയോ ലിപ്പിഡോസിസ്. ഈ 3 ടൈപ്പാണ്. അതിൽ സാൽപിഞ്ചിയോ ലിപ്പിഡോസിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് ഈ ഗോഷസ് ഡിസീസ് പറയുന്നത്. അപ്പോൾ ഇതൊരു ഓട്ടോസോമൽ റെസസീവ് ആണ്. മിക്കവാറൊക്കെ ഓട്ടോസോമൽ റെസസീവ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ പാത്തോഫിസിയോളജി ഇങ്ങനെ വരുന്നത്, അതായത് ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് എറിബ്രോസൈഡാണ്. ഈ ഗ്ലൂക്കോസ് എറിബ്രോസൈഡ് എന്ന് പറഞ്ഞാൽ ഒരു തരം ഗ്ലൈക്കോപ്രോട്ടീനാണ്. ഗ്ലൈക്കോപ്രോട്ടീൻ എന്ന് വെച്ചാൽ അതിലൊരു ഷുഗർ പാർട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ലിപ്പിഡ് പാർട്ട് ഉണ്ടാവും. ഇതിലുള്ള ഷുഗർ പാർട്ട് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസും അതിൽ ലിപ്പിഡ് പാർട്ട് എന്ന് വെച്ചാൽ സെറമൈഡ് ഒരു സാൽപിഞ്ചിയോ ലിപ്പിഡാണ്, സെറമൈഡ് ആയിരിക്കും. അപ്പൊ ഈ ഗ്ലൂക്കോസ് എറിബ്രോസൈഡിനെ ഈ ഗ്ലൂക്കോസും സെറമൈഡ് ആക്കുന്ന എൻസൈമാണ് ഗ്ലൂക്കോസ് എറിബ്രോസിഡേസ് അല്ലെങ്കിൽ ബീറ്റ ഗ്ലൂക്കോസിഡേസ് എൻസൈം. അപ്പോൾ ഈ എൻകോഡ് ചെയ്യുന്ന ജീന് GBA ജീന്, ഇത് ക്രോമസോം 1 അപ്പൊ GBA ജീനിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഈ ഗ്ലൂക്കോസ് എറിബ്രോസിഡേസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പോൾ ഈ ഗ്ലൂക്കോസ് എറിബ്രോസൈഡ് ഗ്ലൂക്കോസ് സെറമൈഡ് ആവില്ല. അപ്പൊ ഗ്ലൂക്കോസ് എറിബ്രോസൈഡ് ഇൻക്രീസ് ചെയ്യും. ഈ ഇൻക്രീസ് ചെയ്ത സാധാരണ ഈ ഗ്ലൂക്കോസ് എറിബ്രോസൈഡ് മാക്രോഫേജ് എടുത്തിട്ട് മാക്രോഫേജിന്റെ ലൈസോസോമിലാണ് ഈ റിയാക്ഷൻ ഒക്കെ നടക്കുന്നത്. അപ്പൊ മാക്രോഫേജ് എടുത്ത് കഴിഞ്ഞാൽ ഈ മാക്രോഫേജിൽ ഈ എൻസൈം ഇല്ലാത്തതുകൊണ്ട് ഇതിനകത്ത് ഈ ഗ്ലൂക്കോസ് എറിബ്രോസൈഡ് എന്നിട്ട് അക്കുമുലേറ്റ് ചെയ്യും. അപ്പോൾ ഗ്ലൂക്കോസ് എറിബ്രോസൈഡ് വന്നിട്ട് അക്കുമുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ന്യൂക്ലിയസിന് ഒരു സൈഡിലേക്ക് തള്ളും, ഒരു എസെൻട്രിക് ന്യൂക്ലിയസ് ഉണ്ടാവും. പിന്നെ അതിന്റെ സൈറ്റോപ്ലാസത്തിന് ഒരു വ്രിങ്കിൾഡ് ടിഷ്യൂ പേപ്പർ അപ്പിയറൻസും കൊടുക്കും. ഇങ്ങനത്തെ ഒരു സെല്ലിനെ പറയുന്ന പേരാണ് ഗോഷസ് സെല്ല്. പിന്നെ ഈ ഗോഷസ് സെല്ല് ഈ ലിവറിലും അതുപോലെ തന്നെ സ്പ്ലീനിലും ബോണിലും ബ്രെയിനിലും ഒക്കെ പോയിട്ട് അക്കുമുലേറ്റ് ചെയ്യും. ലിവറിൽ ചെന്നാൽ ഹെപ്പറ്റോമെഗാലി ഉണ്ടാക്കും, സ്പ്ലീനിലാണെങ്കിൽ സ്പ്ലീനോമെഗാലി, ബോണിലാണെങ്കിൽ അതിൽ ലൈറ്റിക് ലീഷൻസ് ഉണ്ടാക്കും, അതുപോലെ ബോൺ മാരോ ഫൈബ്രോസിസ് ഒക്കെ ഉണ്ടാക്കും. പിന്നെ ബ്രെയിനിലാണെങ്കിൽ കുറച്ച് ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻ ഉണ്ടാവും. ഞാൻ പറയാം, ഇതാ ഗോഷസ് സെല്ല്. ബ്രിങ്കിൾ ഷേപ്പഡ് ആയിട്ടുള്ള ഇതും കാണാം, ടിഷ്യൂ പേപ്പർ ബ്രിങ്കിൾഡ് ടിഷ്യൂ പേപ്പർ അപ്പിയറൻസും കാണാം, സൈറ്റോപ്ലാസത്തിൽ എസെൻട്രിക് ന്യൂക്ലിയസും കാണാം. ഇപ്പുറമൊക്കെ നോക്കിയാൽ പിന്നെ ക്ലിനിക്കൽ ഫീച്ചർ ആകുമ്പോൾ ഗോഷസ് ഡിസീസ് 3 ടൈപ്പ് ആയിട്ടുണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. അതിൽ ടൈപ്പ് 1 നോൺ ന്യൂറോപ്പതിക്കാണ്, അതിൽ ബ്രെയിൻ അഫക്ട് ചെയ്യൂല. ടൈപ്പ് 2ഉം 3യും ന്യൂറോപ്പതിക്കാണ്. ടൈപ്പ് 2 എന്ന് വെച്ചാൽ അക്യൂട്ട് എന്ന് വെച്ചാൽ റാപ്പിഡ്ലി പ്രോഗ്രസീവ് ആയിട്ടുള്ള ന്യൂറോപ്പതിക് സിംറ്റംസ് റാപ്പിഡ്ലി പ്രോഗ്രസീവ് ആണ്. 2 to 4 ഇയേഴ്സിലൊക്കെ കുട്ടി ചിലപ്പോൾ ഡെത്ത് ആവും. ടൈപ്പ് 3 എന്ന് വെച്ചാൽ ക്രോണിക്, സ്ലോലി പ്രോഗ്രസിംഗ് ആണ്. ന്യൂറോപ്പതിക് ഉണ്ടെങ്കിലും സ്ലോലി പ്രോഗ്രസ്, 20-30 വയസ്സ് വരെയൊക്കെ ആള് ജീവിച്ചിരിക്കും. ഇപ്പൊ ടൈപ്പ് 1 പറയാം. ടൈപ്പ് 1 ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻ ഇല്ല. അതിൽ വരുന്നതെന്ന് വെച്ചാൽ ഹെപ്പറ്റോമെഗാലി, സ്പ്ലീനോമെഗാലി, പിന്നെ ബോൺ എഫക്ട് ചെയ്തിട്ട് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവും, ബോൺ വീക്ക്നെസ് ഉണ്ടാവും, ഈസിലി ഫ്രാക്ചർ ഒക്കെ ഉണ്ടാവും. പിന്നെ ബോണില് ജോയിന്റിൽ പെയിൻ ഉണ്ടാവും, കാരണം ഈ ബോണിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ഒക്കെ ഇത് ഒബ്ലിറ്ററേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ബോണിൽ പെയിൻ ഒക്കെ കാണും. പിന്നെ ബോൺ മാരോ ഫൈബ്രോസിസ് ഉള്ളതുകൊണ്ട് പാൻസൈറ്റോപീനിയ, ലൂക്കോസൈറ്റോ RBCയോ
പിന്നെ പ്ലേറ്റ്ലെറ്റ് ഒക്കെ കുറഞ്ഞാണ്. ഈ RBC കുറഞ്ഞു കഴിഞ്ഞാൽ RBC കുറയാൻ ഈ സ്പ്ലീനോമെഗാലി ഒരു റീസൺ ആട്ടാ. അവിടെ സ്പ്ലീനിൽ ചെന്നിട്ടുള്ള RBC ഡിസ്ട്രക്ട് ആണ്. അപ്പോൾ അനീമിയ ഉണ്ടാവും, പിന്നെ ഫാറ്റിക് ഉണ്ടാവും. അനീമിയ ഉള്ളതുകൊണ്ട് ഫാറ്റിക് ഉണ്ടാവും. പിന്നെ ഈ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈസി ബ്ലീഡിങ്ങും ബ്രൂസിങ്ങും ഉണ്ടാവും. പിന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അഫക്റ്റ് ആവും. അതുപോലെ തന്നെ പ്യൂബർട്ടി ഡിലേ ചെയ്യും. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അഫക്റ്റ് ആവുന്നത് കൊണ്ട് ഡിലേഡ് പ്യൂബർട്ടി ആയിരിക്കും അവന്മാർക്ക്. പിന്നെ ഈ ടൈപ്പ് 2 എന്ന് വെച്ചാൽ ടൈപ്പ് 1ന്റെ എല്ലാ സിംറ്റവും കാണിക്കും, അതുപോലെ തന്നെ കുറച്ച് ന്യൂറോളജിക്കൽ സിംറ്റംസും കാണിക്കും. ഞാൻ പറഞ്ഞില്ല, ഇത് റാപ്പിഡ്ലി പ്രോഗ്രസിംഗ് ആണ്, ഏർലി ഓൺസെറ്റ് ആണ്. അത് ചിലപ്പോൾ ഫീറ്റല്ല, എന്റെ യൂട്രൈൻ ആയിട്ട് തന്നെ ഇതിന്റെ സിംറ്റംസ് തുടങ്ങാം. അപ്പൊ ഹൈഡ്രോപ്സ് ആയിട്ട് വരും, കുട്ടി ഫുള്ള് സ്വെല്ലഡ് ആയിട്ട് എഡിമൊക്കെ ആയിട്ട് വരും. അല്ലെങ്കിൽ ഫീറ്റൽ ചേഞ്ച് ഓൺസെറ്റ് അല്ലെങ്കിൽ ഇൻഫന്റിന്റെ സമയത്താണ്, ബിലോ 1 ഇയർ ആയിരിക്കും ഈ ന്യൂറോളജിക്കൽ സിംറ്റംസ് കാണാം. വിത്തിൻ 2 to 4 years ഡെത്ത് ഉണ്ടാവും. പിന്നെ ഈ ന്യൂറോളജിക്കൽ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ടൈപ്പ് 1 എല്ലാ സിംറ്റംസും കാണാം, അതിന്റെ കൂടെയാണ് ഈ ന്യൂറോളജിക്കൽ സിംറ്റംസ്. ഒക്കുലർ മോട്ടിലിറ്റി ഡിഫക്റ്റ്, കണ്ണിന്റെ എക്സ്ട്രാക്കുലർ മസിലൊക്കെ എഫക്റ്റഡ് ആയിട്ട് കുറച്ച് മോട്ടിലിറ്റി ഡിഫക്റ്റ് ഉണ്ടാവും. ഒന്ന് സ്കിൻഡ് കോങ്കണ്ണ്, പിന്നെ ഒക്കുലോ മോട്ടർ അപ്രോക്സിയ. ഇതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ നോക്കാം, ഇങ്ങനെ മൂവ് ചെയ്യുന്നോ നമുക്ക് ഐബോൾ മാത്രം മൂവ് ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റിന് അങ്ങോട്ടേക്ക് പോകുന്ന നമുക്ക് നോക്കാം. പക്ഷെ ഇവന്മാർക്കെന്ന് വെച്ചാൽ ഈ ഐബോൾ മൂവ് ചെയ്യാൻ പറ്റത്തില്ല, ഒക്കുലർ മോട്ടിലിറ്റി ഡിഫക്റ്റ് ആയിരിക്കും. അപ്പൊ അവന്മാരുടെ തല ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ട് ഒബ്ജക്റ്റിനെ ട്രേസ് ചെയ്യും. അതാണ് ഒക്കുലർ മോട്ടർ അപ്രാക്സിയ. പിന്നെ ഈ സാക്കേർഡ് ഇനീഷ്യേഷൻ ഫെയിലർ എന്ന് വെച്ചാൽ, ഈ സാക്കേർഡ് എന്ന് വെച്ചാൽ ഫാസ്റ്റ് ഐബോൾ മൂവ്മെന്റ് ആണ്. സാക്കേർഡ് എന്ന് വെച്ചാൽ ഫാസ്റ്റ് ഐ മൂവ്മെന്റ്സ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു 2 ഒബ്ജക്റ്റ് നോക്കാൻ പറയാം. ആദ്യം ഈ ഒബ്ജക്റ്റ് നോക്കാൻ പറയാം, പിന്നെ ഈ ഒബ്ജക്റ്റ് നോക്കാൻ പറയാം. അപ്പോൾ ഈ ഒബ്ജക്റ്റ് നോക്കി ഇപ്പുറത്തെ ഒബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഐബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അപ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കാം. പിന്നെ ഒപ്റ്റോകൈനറ്റിക് നിസ്റ്റാമിക്സ്. ഒപ്റ്റോകൈനറ്റിക് നിസ്റ്റാമിക്സ് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഡ്രംസ് ഉപയോഗിക്കുക. എന്ത് ഉപയോഗിച്ചാലേ ഇല്ല, ഇങ്ങനെ മാറി മാറി കളിക്കുന്ന എന്തെങ്കിലും കാണാം. അതായത് ഇതിലുള്ള ഡാർക്ക് ലൈന് ശ്രദ്ധിച്ചാൽ, ഈ ഡാർക്ക് ലൈന് ഈ ഡ്രംസ് നമ്മളിങ്ങനെ തിരിക്കും, കറക്കും. അപ്പോൾ ഇവിടെ ഉള്ളൊരു ഡാർക്ക് ലൈന് അയാളിങ്ങനെ ഫോക്കസ് ചെയ്യും. അപ്പൊ അതിനെ ഇങ്ങനെ ട്രേസ് ചെയ്ത് അപ്പുറത്തോട് പോയി, അതങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അടുത്ത ഡാർക്ക് ലൈനെ ട്രേസ് ചെയ്യും, അതിനിങ്ങനെ അപ്പുറത്തേക്ക് പോയി ഇങ്ങനെ ട്രേസ് ചെയ്ത് കളിക്കുമ്പോൾ കണ്ണ് ഇങ്ങനെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അതങ്ങ് അപ്പുറം പോയി അടുത്ത ട്രേസ് ചെയ്യാൻ വേണ്ടി കണ്ണ് ഇപ്പുറത്തേക്ക് വരും, പിന്നെ അങ്ങോട്ടേക്കോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത് നിസ്റ്റാഗ്നസ് അല്ല, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു നിസ്റ്റാഗ്നസ് അല്ല, അത് ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ് ഓഫ് ഐ. അതാണ് ഒപ്റ്റോകൈനറ്റിക് നിസ്റ്റാഗ്നസ്. ഇതും ഒക്കുലർ മോട്ടിലിറ്റി ഡിഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതും അഫക്റ്റഡ് ആയിരിക്കും. അത് നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ സ്പാസ്റ്റിസിറ്റി, മസിലൊക്കെ സ്പാസ് അടിച്ചിരിക്കും. പിന്നെ ട്രിസ്മസ് ആണ്, മസിൽ സ്പാസം കാരണം ഈ മാസ്റ്റിക്കേഷന്റെ മസിലൊക്കെ സ്പാസ് ആയി കഴിഞ്ഞാൽ വായ തുറക്കാൻ പറ്റത്തില്ല. ട്രിസ്മസ്, അതായത് ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ് ലോക്ക് ആവും. പിന്നെ ഒപ്പിസ്റ്റോടോണസ് പൊസിഷൻ എന്ന് വെച്ചാൽ ഈ ബോഡീന്റെ ബാക്ക്വേർഡ് ബെൻഡിങ് എന്ന് പറയാം. ഈ ബാക്ക്വേർഡിലുള്ള ആർച്ചിങ് ഈ പടം നോക്കിയാൽ അറിയാം, ബാക്ക്വേർഡ് ആർച്ചിങ് ഉണ്ടാവും. ഇതാണ് ഒപ്പിസ്റ്റോടോണസ് പൊസിഷൻ. അതുപോലെ തന്നെ ഹെഡിന്റെ റെട്രോഫ്ലെക്സിയ എന്ന് വെച്ചാൽ ഹൈപ്പർ എക്സ്റ്റൻഷൻ ഓഫ് ദി ഹെഡ്. ഹെഡിന്റെ ഹൈപ്പർ എക്സ്റ്റൻഷൻ റെട്രോഫ്ലെക്സിയ, ഹെഡ് റെട്രോഫ്ലെക്സിയ എന്ന് പറയാം. പിന്നെ ബൾബാർ പാൽസി കാണാൻ പറ്റും. അതായത് 9, 10, 11, 12 ക്രാനിയൽ നെർവ് അഫക്റ്റഡ് ആയിട്ട് ഡിസ്പാജിയ, ഡിസ്ആർത്രിയ എന്ന് വെച്ചാൽ ആർട്ടിക്കുലേഷൻ, അതായത് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. സ്ട്രൈഡർ ഉണ്ടാവും, നോസി റെസ്പിറേഷൻ. പിന്നെ വേറെ ചില സിംറ്റംസ് ഡിമെൻഷ്യ കാണാൻ പറ്റും, മെമ്മറി ലോസ്, അറ്റാക്സിയ കാണാം, ഇൻകോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ്സ്, പിന്നെ സീഷേഴ്സ് കാണാൻ പറ്റും. ഇതൊക്കെയാണ് അതിന്റെ ന്യൂറോളജിക്കൽ സിംറ്റംസ്. ഈ ടൈപ്പ് 3യിലും ടൈപ്പ് 1ന്റെ സിംറ്റംസ് മൊത്തം കാണും, ടൈപ്പ് 2ന്റെ ന്യൂറോളജിക്കൽ സിംറ്റംസ് കാണും. പക്ഷെ എന്താന്ന് വെച്ചാൽ സ്ലോലി പ്രോഗ്രസീവ് ആയിരിക്കും. പിന്നെ അടുത്ത ഒരു 20-30 years വരെ ഒക്കെ ജീവിക്കും. കാരണം ന്യൂറോളജിക്കൽ സിംറ്റം വളരെ സ്ലോ ആയിട്ട് പ്രോഗ്രസ് ചെയ്യും. പിന്നെ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ മെയിൻ ആയിട്ട് ഗ്ലൂക്കോസ് എറിബ്രോസിഡേസിന്റെ ലെവൽ നോക്കാം. ഗ്ലൂക്കോസൈറ്റിലും അതുപോലെ തന്നെ സ്കിൻ ഫൈബ്രോബ്ലാസ്റ്റിലും ഗ്ലൂക്കോസ് എറിബ്രോസിഡേസ് എൻസൈമിന്റെ ഇതാണല്ലോ എഫക്റ്റ് ആകുന്നത്. ഈ എൻസൈമിന്റെ ലെവൽ നോക്കാം. ഇതിൽ നമുക്ക് ജനറ്റിക് ടെസ്റ്റ് വെച്ചിട്ട് പിന്നെ കൺഫേം ചെയ്യാം. പിന്നെ GBA ജീനിന്റെ ഡിസിഷൻ നോക്കിയിട്ട് പിന്നെ കുറച്ച് എൻസൈം, കുറച്ച് ലൈസോസോമിൽ കാണുന്ന കുറച്ച് എൻസൈമിൽ എലവേറ്റഡ് ആയിട്ട് കാണാൻ പറ്റും. കൈറ്റോ ട്രയോസിഡേസ്, ആസിഡ് ഫോസ്ഫേറ്റേസ്, എക്സോസോമിനിഡേസ്, പിന്നെ ആൻജിയോടെൻസിൻ കോൺജുഗേറ്റിംഗ് എൻസൈം എലവേറ്റഡ് ആയിട്ട് കാണാൻ പറ്റും. പിന്നെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ചെയ്യാം. അതായത് WBC, RBC, പ്ലേറ്റ്ലെറ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അപ്പൊ അത് ഒരു CBC ചെയ്യാം.
പിന്നെ LFT ചെയ്യാം. അപ്പറ്റമെഗാലിയൊക്കെ ഉണ്ടെന്നുണ്ട് LFT ചെയ്യാം. പിന്നെ നമ്മൾ ഈ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ഈ ഫെമറിന്റെ ഡിസ്റ്റൽ പാർട്ടിൽ ഇങ്ങനത്തെ ഒരു ഡിഫോമിറ്റി ഉണ്ടാവും. ഒരു എർലൻ മെയർ ഫ്ലാസ്ക് ഡിഫോമിറ്റി എന്ന് പറയും. ഇതിൽ സ്പെസിഫിക് ഒന്നുമില്ല, വേറെ കുറെ കണ്ടീഷനിലും ഈ ഒരു എർലൻ മെയർ ഫ്ലാസ്ക് ഡിഫോമിറ്റി ഉണ്ടാവും. പിന്നെ ഇതിൽ ഈ സിൻഡ്രോം ഉള്ള 50% ആൾക്കാർക്ക് മാത്രമേ ഇത് കാണുന്നുള്ളൂ എന്ന് പറയാം. പിന്നെ ഒരു ബോൺ മാരോ ആസ്പിറേറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു പാൻസൈറ്റോപീനിയ ഉണ്ടല്ലോ, അപ്പൊ ഒരു ബോൺ മാരോ ആസ്പിറേറ്റ് ചെയ്യാം. ബോൺ മാരോക്ക് ഫൈബ്രോസിസ് വന്നിട്ടുണ്ടോ നോക്കാം. പിന്നെ ബോൺ മാരോ ആസ്പിറേറ്റ് ചെയ്ത് നമുക്ക് ചിലപ്പോൾ ഗോഷ്യസ് സെല്ലും കാണാൻ പറ്റും. പിന്നെ ന്യൂറോ ഒഫ്താൽമിക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാം. ഓക്കുലർ മോട്ടിലിറ്റിയിലെ ഡിഫക്റ്റും അതുപോലെ തന്നെ ഓക്കുലർ വിഷ്വൽ അക്യൂറ്റിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ഒരു ബ്രെയിനി വർക്കഡ് റെസ്പോൺസ് ഓഡിയോമെട്രി ഹിയറിംഗ് ലോസ് ഒക്കെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി. പിന്നെ ഇലക്ട്രോ എൻസെഫലോഗ്രാം ചെയ്യാം. സീസേഴ്സ് ഒക്കെ വരുന്നില്ല, അതുകൊണ്ട് ഇലക്ട്രോ എൻസെഫലോഗ്രാം ചെയ്യാം. പിന്നെ ഒരു ന്യൂറോ സൈക്കോമെട്രിക് ടെസ്റ്റും ചെയ്യാം. അതൊക്കെ ന്യൂറോളജിക്കൽ ഇൻവോൾവ്മെന്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ടെസ്റ്റ് ഒക്കെ ചെയ്യാം. പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് രണ്ട് ട്രീറ്റ്മെന്റ്, എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പിയും അതുപോലെ തന്നെ സബ്സ്ട്രേറ്റ് റിഡക്ഷൻ തെറാപ്പി. എൻസൈം റീപ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ റീകോമ്പിനന്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് റിബ്രോസിഡേസ് കൊടുക്കുക. എമിഗ്ലൂസിറേസും വെലാഗ്ലൂസിറേസും ഇത് റീകോമ്പിനന്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് റിബ്രോസിഡേസ് എൻസൈമാണ്. അപ്പോൾ ഈ റിയാക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ നടക്കും. പിന്നെ ഗ്ലൂക്കോസ് റിബ്രോസിഡേസ് കുറയും. സബ്സ്ട്രേറ്റ് റിഡക്ഷൻ തെറാപ്പി എന്ന് വെച്ചാൽ ഈ സബ്സ്ട്രേറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എലിഗ്ലൂസ്റ്റാറ്റ് അതുപോലെ തന്നെ ബിഗ്ലൂസ്റ്റാറ്റ് എന്ന് പറയുന്ന പോലത്തെ എൻസൈംസ് ഈ ഗ്ലൂക്കോസ് റിബ്രോസിഡ് സിന്തേസ്, അതായത് ഗ്ലൂക്കോസ് റിബ്രോസിഡ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് റിബ്രോസിഡ് സിന്തേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ഹെൽപ്പിലാണ് ഗ്ലൂക്കോസ് റിബ്രോസിഡേസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഗ്ലൂക്കോസ് റിബ്രോസിഡ് ഉണ്ടാകുന്ന കുറക്കാം. അപ്പൊ എന്താവും ഗ്ലൂക്കോസ് റിബ്രോസിഡിന്റെ ലെവൽ കുറക്കും. അതാണ് ഗ്ലൂക്കോസ് റിബ്രോസിഡേസ് സിന്തേസിന്റെ ഇൻഹിബിറ്റേഴ്സ് ആണ് എലിഗ്ലൂസ്റ്റാറ്റും ബിഗ്ലൂസ്റ്റാറ്റും. പിന്നെ ഈ എൻസൈം റീപ്ലേസ്മെന്റും സബ്സ്ട്രേറ്റിന്റെ ഒക്കെ മുമ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് തെറാപ്പികളാണ് സ്പ്ലീനക്ടമി ചെയ്യുക. സ്പ്ലീനോമെഗാലിലുള്ളതുകൊണ്ട് സ്പ്ലീനോമെഗാലിലുള്ളതുകൊണ്ടാണ് RBC ഒക്കെ കൂടുതൽ ഡിസ്ട്രക്ട് ചെയ്യുന്നതുകൊണ്ട് സ്പ്ലീൻ ചെയ്താൽ കുറച്ചുകൂടി സിംറ്റമാറ്റിക് കുറച്ചുകൂടി ബെറ്റർ ആവും. പിന്നെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. ബോൺ മാരോ ഫൈബ്രോസിസ് ഒക്കെ ഉണ്ടെങ്കിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. പിന്നെ മെറ്റോപോയറ്റിക് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ, അതും ഈ ബോൺ മാരോന്റെ പ്രശ്നം കൊണ്ട് നേരെയാക്കാൻ വേണ്ടിയിട്ട് മെറ്റോപോയറ്റിക് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്നുകൂടി പറയാം. അപ്പോ ഈ ഗോഷ്യസ് സെൽ എന്ന് വെച്ചാൽ ലൈസോസോമൽ സ്റ്റോറേജ് ഡിസീസ് ആണ്. അതിൽ സാൽപിൻജോ ലിപ്പിഡോസിസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. ഓട്ടോസോമൽ റെസസീവ് ആണ്. അപ്പോൾ ഇതിൽ അഫക്ട് ചെയ്യുന്ന ജീൻ എന്ന് വെച്ചാൽ GBA ജീന്. അപ്പോൾ ഗ്ലൂക്കോസ് റിബ്രോസിഡേസ് അല്ലെങ്കിൽ ബീറ്റ ഗ്ലൂക്കോസിഡേസ് അഫക്റ്റ് ആവും. അപ്പോൾ ഗ്ലൂക്കോസ് റിബ്രോസൈഡ് ഗ്ലൂക്കോസ് സെറമൈഡായിട്ട് മാറത്തില്ല. അപ്പോൾ ഗ്ലൂക്കോസ് റിബ്രോസൈഡ് അക്കോമഡേറ്റ് ചെയ്ത് മാക്രോഫേജിൽ അതിന് ഒരു ഗോഷ്യസ് സെല്ലാക്കും. അതായത് സിംഗിൾ ടിഷ്യൂ പേപ്പർ അപ്പിയറൻസും സൈറ്റോപ്ലാസം സെൻട്രിക് ന്യൂക്ലിയസ് ഉണ്ടാവും. ഈ സാധനം പോയിട്ട് ലിവറിലും സ്പ്ലീനിലും ബോണിലും ബ്രെയിനിലും ഒക്കെ പോയി അഫക്റ്റ് അക്കോമഡേറ്റ് ചെയ്യും. പിന്നെ ക്ലിനിക്കൽ ഫീച്ചർ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. ന്യൂറോപ്പതിക് അല്ലെങ്കിൽ ടൈപ്പ് 1, ന്യൂറോപ്പതിക് അക്യൂട്ട് ആണെങ്കിൽ ടൈപ്പ് 2, ക്രോണിക് ആണെങ്കിൽ ടൈപ്പ് 3. അപ്പൊ ടൈപ്പ് 1 അപ്പറ്റോമെഗാലി സ്പ്ലീനോമെഗാലി ഉണ്ടാവും. പിന്നെ ബോണില് ഓസ്റ്റിയോലൈറ്റിക് ലീഷൻ, വീക്ക്നെസ്സും അതുപോലെ തന്നെ ബോൺ ജോയിന്റ് പെയിൻ ഒക്കെ ഉണ്ടാവും. പിന്നെ ബോൺ മാരോ ഫൈബ്രോസിസ് ഉണ്ടാവുന്നത് പാൻസൈറ്റോപീനിയ, അനീമിയ ഫാറ്റിക്, ത്രോംബോസൈറ്റോപീനിയ ഉണ്ടാവും. PC ബ്ലീഡിംഗ് ബ്രൂസിംഗ് ഉണ്ടാവും ത്രോംബോസൈറ്റോപീനിയ കൊണ്ട്. പിന്നെ ഗ്രോത്ത് എൻവയറൺമെന്റ് പോറായതുകൊണ്ട് ഡിലേഡ് പുബർട്ടി ആയിരിക്കും. ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ ന്യൂറോളജിക്കൽ സിംറ്റംസ് വരും. അതായത് ഒക്കുലർ മോട്ടിലിറ്റി ഡിഫക്റ്റ്, സ്കിൻജി, ഒക്കുലോമാട്രാക്സിയ, സാക്കൈഡ് ഇനീഷ്യേഷൻ ഫെയിലർ, ഹിസ്റ്റോകൈനറ്റിക്, പിന്നെ എല്ലാം മൊത്തം മസിലിന്റെ ഒക്കെ സ്പാസം കൂടും, ട്രിസ്മസ് ഉണ്ടാവും, ബിസ്തോട്ടോണിക് പൊസിഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഹെഡ് റിട്രോഫ്ലക്സിയ ഉണ്ടാവും. പിന്നെ ബൾബാർ പാലസി, 9, 10, 11, 12 സ്പാൻഡിൽ നെഫ്റ്റോഫറ്റായിട്ട് ഡിസ്പ്ലാജിയ, ഡിസ്ട്രാഫിയ, സ്പൈഡർ ഒക്കെ ഉണ്ടാവും. പിന്നെ ഡിമെൻഷ്യ, അറ്റാക്സിയ, ഈ പറഞ്ഞ സീഷേഴ്സ് ഉണ്ടാവും. പിന്നെ ടൈപ്പ് 3 ആകുമ്പോൾ ഈ പറഞ്ഞ എല്ലാ സിംറ്റവും ഡിലേഡ് ആയിട്ട് വരത്തുള്ളൂ. ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് റിബ്രോസിഡേസ് എൻസൈം ആണ്. പിന്നെ എൻസൈമിന്റെ ലെവല് ഗ്ലൂക്കോസൈറ്റിലും സ്കിൻ ഫൈബ്രോബ്ലാസ്റ്റിലും നോക്കാം. കൺഫർമേറ്ററി ആയി ചെയ്യാൻ വേണ്ടിയിട്ട് ജെനറ്റിക്സ് ടെസ്റ്റ് ചെയ്യുക. പിന്നെ കുറച്ച് ലൈസോസോമൽ എൻസൈംസ് കൂടും, കൈറ്റോട്രയോസിഡേസ്, ആസിഡ് ഫോസ്ഫേറ്റേസ്, എക്സോസൈനഡേസ് പോലത്തെ. പിന്നെ ഒരു CBC ചെയ്യാം, പാൻസൈറ്റോപീനിയലുണ്ട്, LFT അപ്പറ്റോമെഗാലിലുണ്ട്, ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈമിന്റെ ലെവൽ നോക്കാം, അത് എലവേറ്റഡ് ആയിരിക്കും. പിന്നെ ഇമേജിംഗിൽ ഒരു എർലൻ ഫ്ലാസ്ക് ഡിഫോമിറ്റി ഉണ്ട്, അതിൽ സ്പെസിഫിക് അല്ല. ന്യൂറോഫ്താൽമിക് ഈ CNS നോക്കാൻ വേണ്ടിയിട്ട് ന്യൂറോഫ്താൽമോളജിക്കൽ ഇൻവെസ്റ്റിഗേഷന് ബ്രെയിനി വർക്കഡ് റെസ്പോൺസ് ഓഡിയോമെട്രി,
EEGയും ന്യൂറോസൈക്കോമെട്രിക് ടെസ്റ്റ് ഒക്കെ ചെയ്യാം. ട്രീറ്റ്മെന്റ് മെയിൻ ആയിട്ട് പറഞ്ഞാൽ എൻസൈം റീപ്ലേസ്മെന്റും അതുപോലെ തന്നെ സബ്സ്ട്രേറ്റ് റിഡക്ഷനും. എൻസൈം റീപ്ലേസ്മെന്റ് ഇമിഗ്ലൂസറേസ്, വെലഗ്ലൂസറേസ്, സബ്സ്ട്രേറ്റ് റിഡക്ഷൻ എലിഗ്ലൂസാറ്റ്, മിഗ്ലൂസ്റ്റാറ്റ്. പിന്നെ പണ്ടൊക്കെ ചെയ്തിരുന്ന സ്പ്ലീനെക്ടമിയും ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനും മെറ്റബോളിക് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷനും ഒക്കെ ചെയ്യാം. തോറാട്ടാ അടുത്ത ഫിനൈൽ കീറ്റോണൂറിയ. ഇത് പെട്ടെന്ന് ചെയ്യാം. ഫിനൈൽ കീറ്റോണൂറിയോ ഒരു ഓട്ടോസോമൽ റിസസീവ് ഡിസീസ് ആണ്. ഇതിൽ അഫക്ട് ചെയ്യുന്നത് ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം, അതായത് PH, ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ്, PH ജീനാണ് അഫക്റ്റഡ് ആകുന്നത്. ക്രോമോസോം 12 കാണുന്നത്. അപ്പോൾ ഈ PH ജീൻ ഡെഫിഷ്യന്റ് ആയിട്ടുണ്ടെങ്കിൽ ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ് എൻസൈം ഡെഫിഷ്യന്റ് ആവും. അപ്പോൾ ഇതിന്റെ ക്ലാസിക് ഫോമാണ്. ഇതിൽ വേറെ ടൈപ്പുകളുണ്ട് ഫിനൈൽ കീറ്റോണൂറിയയിൽ. അത് ഞാൻ അവസാനം പറയാം, അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ളു. അപ്പോൾ ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസും ടെട്രാ ഹൈഡ്രോ ബയോപ്സിൻ എന്ന് പറയുന്ന ഇത് ഒരു കോഫാക്ടറും കൂടി ചേർന്നിട്ട് ഈ ഫിനൈൽ അലാനിനെ തൈറോസിനാക്കും. അപ്പൊ ഈ റിയാക്ഷന് PH ജീൻ അഫക്റ്റഡ് ആയതുകൊണ്ട് ഈ റിയാക്ഷൻ നടക്കത്തില്ല. അപ്പോൾ ടൈറോസിന് കുറയും, ഫിനൈൽ അലാനിന് കൂടും. ഈ ടൈറോസിൻ എന്ന് വെച്ചാല് കുറച്ച് ടൈറോസിനാണ് ഡോപ്പമിനും നോറപ്പിനെഫ്രിൻ ഒക്കെ ഉണ്ടാകുന്ന ടൈറോസിൻ. അപ്പൊ ഇതൊക്കെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. അപ്പൊ ഡോപ്പമിൻ കുറയും, അതുപോലെ തന്നെ നോറപ്പിനെഫ്രിൻ കുറയും. പോരാത്തതിന് ഈ ഫിനൈൽ അലാനിന് ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയറിൽ കുറച്ച് അമിനോ ആസിഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള പ്രോട്ടീൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ ട്രിപ്റ്റോഫാനിനും ടൈറോസിനായിട്ട് കോമ്പീറ്റ് ചെയ്യും ഈ അമിനോ ആസിഡ് ബൈൻഡിങ് പ്രോട്ടീൻ ആയിട്ട്. അപ്പോൾ ബ്രെയിനിൽ പിന്നെയും ഈ ടൈറോസിന്റെയോ ട്രിപ്റ്റോഫാനിന്റെയോ അളവ് കുറയും. ഈ ട്രിപ്റ്റോഫാനിൽ നിന്നാണ് സെറോട്ടോണിൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സെറോട്ടോണിന് ന്യൂറോ ട്രാൻസ്മിറ്ററും കൂടി ഡിക്രീസിലാവും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫിനൈൽ അലാനിൻ നിന്നാണ് ഫിനൈൽ അലാനിൻ ആൾട്ടർനേറ്റീവ് പാത്വേയിൽ പോയിട്ട് ഫിനൈൽ ലാക്ടേറ്റ്, ഫിനൈൽ പൈറുവേറ്റ്, ഫിനൈൽ അസറ്റേറ്റ് ഒക്കെ ആവും. അപ്പോൾ ഈ ഫിനൈൽ പൈറുവേറ്റ് ആണ് ഫിനൈൽ കീറ്റോൺ എന്ന് പറയുന്നത്. അപ്പൊ അത് യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്യാം. അപ്പൊ ഫിനൈൽ കീറ്റോണൂറിയ എന്ന് അങ്ങനെയാണ് പേര് വന്നത്. പിന്നെ അല്ലെങ്കിൽ അത് സ്കിന്നിൽ പോയിട്ട് സ്കിന്നിൽ ഒരു പ്രത്യേക ഓർഡർ കൊടുക്കും, ഒരു മണം കൊടുക്കും. അതിന് മസ്തി ഓർഡർ എന്ന് പറയും. പിന്നെ മസ്തി ഓർഡറും കൊടുക്കാം. പിന്നെ ഈ അപ്പോ മാത്രമല്ല ഈ ടൈറോസിൻ കുറഞ്ഞു കഴിഞ്ഞാല് മെലാനിനും കുറയും. ടൈറോസിൻ എന്നാണ് മെലാനിൻ ബന്ധമുണ്ട്. അപ്പോൾ ടൈറോസിൻ പറഞ്ഞാൽ മെലാനിൻ കുറഞ്ഞാൽ ഹൈപ്പോ പിഗ്മെന്റേഷൻ ഉണ്ടാവും സ്കിന്നിൽ. ഒത്തിരിയൊക്കെയാണ് ഇതിന്റെ പത്തോഫിസിയോളജി. ക്ലിനിക്കൽ ഫീച്ചേഴ്സും ഇത് വെച്ചിട്ട് തന്നെ അറിയാം. ക്ലിനിക്കൽ ഫീച്ചർ എന്നാൽ ആദ്യം CNS, അതായത് ഡോപ്പമിൻ, നോറപ്പിനെഫ്രിനും സെറോട്ടിനും ഒക്കെ കുറയാനുള്ള. അപ്പോ CNS സിംറ്റംസ് ഉണ്ടാവും. അതായത് ഇന്റലിജന്റ് ഡിസബിലിറ്റി, IQ കുറയും. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ല, കേൾക്കുന്നില്ലടാ? കേൾക്കാം പറഞ്ഞു. കേൾക്കാം. ഹലോ, ഇന്റലിജൻസ് ഡിസബിലിറ്റി, IQ കുറയും. അപ്പൊ ഈ എത്രത്തോളം പെട്ടെന്ന് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നുണ്ടോ അത്രയും നല്ലതാണ്. അത്രയും IQ കുറയാണ്ട് നമുക്ക് നിൽക്കാൻ പറ്റും. ഏർലി ഡിറ്റക്ഷൻ മെയിൻ ആണ്. കാരണം IQ ഇങ്ങനെ ഇത് ഡിസീസ് ഇങ്ങനെ കൂടുന്തോറും IQ കുറഞ്ഞു വരും. പിന്നെ മൈക്രോസെഫാലി ഉണ്ടാവും, എപ്പിലെപ്സി, സീഷേഴ്സ് ഒക്കെ കാണാം, ബിഹേവിയർ പ്രോബ്ലംസും കാണാം. പിന്നെ അതിന്റെ സ്കിന്നിൽ ഞാൻ പറഞ്ഞില്ല, മെലാനിൻ കുറഞ്ഞുകൊണ്ട് ഹൈപ്പോപിഗ്മെന്റേഷൻ കാണാം, എക്സീമ കാണാം. ഹൈപ്പോപിഗ്മെന്റേഷൻ സ്കിന്നിലും പിന്നെ അതുപോലെ തന്നെ മുടിയിലും കാണാൻ പറ്റും. ബ്രൗൺ ഹെയർ ആയിരിക്കും. പിന്നെ കണ്ണിൽ പൂച്ചക്കണ്ണൊക്കെ ഉണ്ടാവും. പിന്നെ എക്സീമ ലൈക്ക് ആയിട്ടുള്ള ലീഷൻസ് ബോഡിയിൽ മൊത്തം കാണാൻ പറ്റും. പിന്നെ മസ്തി ഓർഡർ, ഈ ഫിനൈൽ കീറ്റ് പൈറുവേറ്റ് സ്കിന്നിൽ അക്കുമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് സ്കിന്നിനൊരു മസ്തി ഓർഡറും ഉണ്ടാവും. ഇതാണ് സീനിയർ സിംറ്റംസും സ്കിന്നിലെ സിംറ്റംസ്. ഇതിലെ ബ്രൗൺ ഹെയർ കാണുന്നില്ല കുട്ടിക്ക്. പിന്നെ ഇതില് കുറച്ച് എക്സീമ കാണും. പിന്നെ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ചാൽ ഫിനൈൽ അലാനിന്റെ ലെവൽ നോക്കാം. അത് ഈ 1000 മൈക്രോ മില്ലിമോൾ പെർ ലിറ്ററിനെക്കാട്ടും കൂടുതലാണെങ്കിൽ നമുക്ക് ഇതിനെ ഡയഗ്നോസ് ചെയ്യാം. ഇത് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അവന്മാര് ജനിക്കുന്ന എല്ലാ കുട്ടികളെയും സ്ക്രീൻ ചെയ്യും. ഈ കാലിന്റെ ഹീൽ പ്രിക്ക് എന്ന് പറയും. ഹീലിൽ നിന്ന് കുറച്ച് ബ്ലഡ് എടുത്തിട്ട്
ഫിനൈലലാനിന്റെ ലെവൽ നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ക്രോമറ്റോഗ്രഫി യൂസ് ചെയ്യാം, സ്റ്റാൻഡേർഡ് മാസ് സ്പെക്ട്രോസ്കോപ്പി, ഇതാ കുറച്ചും കൂടി റിലയബിൾ ആയിട്ടുള്ള കുറച്ച് കൂടുതലാണ്. പിന്നെ ഗ്രൂപ്പ് 3 ടെസ്റ്റ് വെച്ചിട്ട് ഈ ഫിനൈലലാനിന്റെ ലെവൽ തരത്തിൽ നോക്കാൻ പറ്റും. പിന്നെ കൺഫർമേറ്ററി ആയിട്ട് ജനറ്റിക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫെറിക് ക്ലോറൈഡ് ടെസ്റ്റ്, യൂറിൻ കീറ്റോൺ ബോഡി ഫിനൈൽ കീറ്റോൺ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഫെറിക് ക്ലോറൈഡ് ടെസ്റ്റ് ചെയ്യണം. പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാല് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഫിനൈലലാനിൻ റെസ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് കൊടുക്കുക. ഒരു പ്രോട്ടീൻ കണ്ടിട്ടുള്ള ഡയറ്റ് ഒക്കെ ഒഴിവാക്കാം. മിൽക്ക് അതുപോലെ തന്നെ ഡയറി പ്രൊഡക്ട്സ്, പിന്നെ എഗ്, മീറ്റ്, നട്സ്, പ്രോട്ടീൻ കണ്ടിട്ടുള്ള എല്ലാ ഫുഡും ഇതിൽ ഒഴിവാക്കാം, ഡയറ്റിൽ നിന്ന് ഒഴിവാക്കാം. കാർബോഹൈഡ്രേറ്റ് സെറൽസും അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ നോക്കിയിട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ ഫിനൈലലാനിൻ മെഡിക്കൽ ഫോർമുല ഉണ്ട്. ഫിനൈലലാനിൻ ലോ അല്ലെങ്കിൽ നോ ആയിട്ടുള്ള മെഡിക്കൽ ഫോർമുല ഇപ്പം കണ്ടില്ല. ഈ സാധനം മാത്രം ടിന്നിൽ കിട്ടും, അത് വാങ്ങിയിട്ട് അത് മാത്രം കുട്ടിക്ക് കൊടുക്കാം. പിന്നെ ഒരു ടെട്രാഹൈഡ്രോബയോപ്റ്ററിന്റെ അഡ്ജന്റ് തെറാപ്പി. ടെട്രാഹൈഡ്രോബയോപ്റ്ററിനെ അതിന്റെ കോഫാക്ടർ എന്നാണല്ലോ, അപ്പോൾ അത് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ആ റിയാക്ഷൻ ചിലപ്പോൾ നടത്തായിരിക്കും. അല്ലെങ്കിൽ പ്രഗ്വാലിയേസ് എന്ന് വെച്ചാൽ ഈ ഫിനൈലലാനിനെ അമോണിയം ട്രാൻസിനമിക് ആസിഡ് ആയിട്ട് മാറ്റും. അപ്പൊ ഫിനൈലലാനിന്റെ ലോഡ് കുറക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നത് ഈ പെഗ്വാലിയേസ് എന്ന് പറയുന്ന മെഡിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുറക്കാൻ പറ്റും. ടെട്രാഹൈഡ്രോബയോപ്റ്ററിനും പെഗ്വാലിയേസും കൊടുക്കാം. പിന്നെ ഫിനൈലലാനിൻ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, ഇതൊക്കെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്. ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് ഇതിന്റെ ക്ലാസിക്കൽ ഫോം. ഇതല്ലാണ്ട് വേറെ ടൈപ്പുകളുണ്ട്. അതായത് ടൈപ്പ് 1 എന്ന് പറയുന്നത് ക്ലാസിക്കൽ 1, അതായത് ഫിനൈലലാനിൻ ഹൈഡ്രോക്സിലേസ് ഡെഫിഷ്യൻസി. അപ്പോ ഫിനൈലലാനിൻ ഹൈഡ്രോക്സിലേസ് ഡെഫിഷ്യൻസി ടൈപ്പ് 1. ടൈപ്പ് 2ഉം 3ഉം 5 ടൈപ്പ് ഉണ്ട്. അതിൽ ടൈപ്പ് 2ഉം 3 എന്ന് പറയുന്നത് ഡൈഹൈഡ്രോബയോപ്റ്ററിൻ റിഡക്റ്റേസ് എന്ന് പറയുന്ന ടെട്രാഹൈഡ്രോബയോപ്റ്ററിൻ ഉണ്ടാക്കുന്ന ഒരു എൻസൈമാണ് ഡൈഹൈഡ്രോബയോപ്റ്ററിൻ റിഡക്റ്റേസ്. അതിന്റെ ഡെഫിഷ്യൻസി ആണല്ലോ. അതിൽ ടൈപ്പ് 4ഉം 5ഉം ഈ ബയോപ്റ്ററിൻ സിന്തേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ഡിഫക്റ്റ് ആണ്. ടൈപ്പ് 4ഉം 5ഉം ഇത്രയേ ഉള്ളൂ. ഫീനൽ കീറ്റോണൂറിയ ഒന്നുകൂടി പറയണം. ഫിനൈൽ കീറ്റോണൂറിയ എന്ന് വെച്ചാൽ ഓട്ടോസോമൽ റെസസീവ് ആണ്. അപ്പൊ അഫക്ട് ചെയ്യുന്ന ജീൻ എന്ന് വെച്ചാൽ ഫിനൈലലാനിൻ PH ജീന് ക്രോമോസോം 12-ലാണുള്ളത്. അപ്പൊ PH ജീൻ എന്ന് വെച്ചാൽ ഫിനൈലലാനിൻ അപ്പൊ ഫിനൈലലാനിൻ തൈറോസിൻ ആവത്തില്ല. ഫിനൈലലാനിൻ കൂടും, തൈറോസിൻ കുറയും. തൈറോസിൻ കുറഞ്ഞാൽ ഡോപ്പമിനും നോറപ്പിനെഫ്രിനും കുറയും. മാത്രമല്ല ഫിനൈലലാനിൻ ബ്ലഡ് ബ്രെയിൻ ബാരിയറിൽ ഈ ട്രിപ്റ്റോഫാനും തൈറോസിനും ആയിട്ട് കോമ്പീറ്റ് ചെയ്തുകൊണ്ട് ട്രിപ്റ്റോഫാനിന്റെ തൈറോസിന്റെ ലെവല് ബ്രെയിനിൽ കുറക്കും. അപ്പൊ ട്രിപ്റ്റോഫാനാണ് സെറോട്ടോണിൻ ഉണ്ടാകുന്നത്. അപ്പൊ സെറോട്ടോണിന്റെ ലെവലും കുറയും. അപ്പൊ സീനസ് സിംപ്റ്റംസ്, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, മൈക്രോസെഫാലി, എപ്പിലെപ്സി, ബിഹേവിയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഈ ഫിനൈലലാനിന് ഫിനൈൽ പൈറുവേറ്റ് ആയിട്ട് മാറും. ഫിനൈൽ പൈറുവേറ്റ്, ഫിനൈൽ ലാക്ടേറ്റ്, ഫിനൈൽ അസറ്റേറ്റ് എന്ന പോലത്തെ ആൾട്ടർനേറ്റ് പാത്വേയിൽ പോയിട്ട് കുറെ സാധനങ്ങൾ ഉണ്ടാക്കും. അതൊക്കെ ഒന്നിക്കണ്ട യൂറിനിൽ കൂടെ പോവാം. അല്ലെങ്കിൽ സ്കിന്നിൽ വന്നിട്ട് അക്കുമുലേറ്റ് ചെയ്തിട്ട് സ്കിന്നിൽ ഒരു മസ്റ്റി ഓർഡർ കൊടുക്കും. പിന്നെ സ്കിന്നിൽ എക്സീമ ഉണ്ടാവും. പിന്നെ തൈറോസിൻ കുറഞ്ഞുകൊണ്ട് മെലാനിനും കുറഞ്ഞിട്ട് ഹൈപ്പോപിഗ്മെന്റേഷൻ ഉണ്ടാവും. ഇതാണ് ബ്രൗൺ ഹെയറും ഹൈപ്പോപിഗ്മെന്റേഷൻ. പിന്നെ കുറച്ച് എക്സീമിയ ആവാം. ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ചാൽ ഫിനൈലലാനിന്റെ ലെവൽ ഹീൽ പ്രിക്കിൽ നോക്കാം. ക്രോമറ്റോഗ്രഫിയോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മാസ് സ്പെക്ട്രോസ്കോപ്പിയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് 3 ടെസ്റ്റ് ഒക്കെ ചെയ്യാന്. പിന്നെ ജനറ്റിക് ടെസ്റ്റ് ചെയ്യാം. പിന്നെ ഫെറിക് ക്ലോറൈഡ് ടെസ്റ്റ്, ഫിനൈൽ കീറ്റോൺ ബോഡീസ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് യൂറിനില്. പിന്നെ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഫിനൈലലാനിന്റെ റെസ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റുകളാണ് ഫസ്റ്റ് ലൈന്. പിന്നെ പ്രോട്ടീൻ കണ്ടന്റുള്ള ഫുഡൊക്കെ കുറക്കാം. അതുപോലെ തന്നെ ഈ സെറൽസും പിന്നെ വെജിറ്റബിൾസ് ഒക്കെ നോക്കി കൊടുക്കാം. അല്ലെങ്കിൽ ലോ ഫിനൈലലാനിൻ മെഡിക്കൽ ഫോർമുല വാങ്ങാൻ പറ്റും, അത് വാങ്ങിയിട്ട് കൊടുക്കാം. പിന്നെ ടെട്രാഹൈഡ്രോബയോപ്റ്ററിൻ എൻസൈം കൊടുക്കാം. പെഗ്വാലിയേസ് കൊടുക്കാം. പെഗ്വാലിയേസ് എന്ന് വെച്ചാൽ ഫിനൈലലാനിനെ അമോണിയം ട്രാൻസിനമിക് ആസിഡ് ആയിട്ട് മാറ്റും. പിന്നെ 5 ടൈപ്പ് ഉണ്ട്. ഇതിൽ ടൈപ്പ് 1 ആണ് ക്ലാസിക് ഫോം ഏറ്റവും കോമൺ ആയിട്ടുള്ള. 2ഉം 3ഉം എന്ന് വെച്ചാൽ ഡൈഹൈഡ്രോബയോപ്റ്ററിൻ റിഡക്റ്റേസിന്റെ എൻസൈമിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ടെട്രാഹൈഡ്രോബയോപ്റ്ററിൻ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ആണ് 2ഉം 3ഉം. പിന്നെ 4ഉം 5ഉം എന്ന് വെച്ചാൽ ബയോപ്റ്ററിൻ ഉണ്ടാക്കുന്ന സിന്തസിസ് ചെയ്യുന്ന എൻസൈമിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാക്കുക. കഴിഞ്ഞു. താങ്ക് യു. Thank you. ഓക്കെ, താങ്ക് യു.